അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് 4 മാസം ശേഷിക്കെ ചരിത്രത്തിലാദ്യമായി നിലവിലെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും തമ്മിൽ ഏറ്റുമുട്ടുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡനും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആദ്യ സംവാദം ആരംഭിച്ചത് തന്നെ അത്ര രസത്തിലല്ലായിരുന്നു. പരസ്പരം ഷേക്ക് ഹാൻഡ് നൽകാനോ മുഖത്ത് നോക്കാനോ പോലും ഇരു നേതാക്കളും തയ്യാറായില്ല. സമ്പദ് വ്യവസ്ഥയിലും ലോകവേദിയിലും ജോ ബൈഡൻ വൻ പരാജയമാണെന്ന് പറഞ്ഞ ട്രംപ് അക്ഷരാർത്ഥത്തിൽ ജോ ബൈഡനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ബൈഡൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ട്രംപിനെ പോലെ വേഗത്തിൽ കുറുക്കിക്കൊള്ളുന്ന വാക്ശരമെയ്യാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. ബൈഡന്റെ വാക്കുകൾ പലപ്പോഴും ഇടറിപ്പോയി. മാത്രമല്ല, താരതമ്യേന മൃദുഭാഷിയായ ബൈഡൻ തന്റെ പതിവ് ശൈലിയിൽ തന്നെയാണ് വാദങ്ങൾ ഉയർത്തിയത്. വൈറ്റ് ഹൌസിലെ ആദ്യത്തെ കുറ്റവാളി ട്രംപ് ആണെന്ന് ബൈഡൻ ആരോപിച്ചു. ട്രംപിനെതിരായ കുറ്റങ്ങൾ ഓരോന്നും ബൈഡൻ എണ്ണി പറഞ്ഞു. ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് അപമാനിച്ചതിന്, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായിരിക്കെ രാത്രിയിൽ ഒരു പോൺ താരവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനൊക്കെ എത്ര ബില്യൺ ഡോളർ സിവിൽ പെനാൽറ്റിയായി നൽകിയെന്ന് ബൈഡൻ ട്രംപിനോട് ചോദിച്ചു. എന്നാൽ ട്രംപ് ഇതിലൊന്നും കുലുങ്ങിയില്ല. വാക്കുകൾക്ക് ആവശ്യാനുസരണം മൂർച്ച കൂട്ടിയും കുറച്ചും ട്രംപ് ബൈഡന്റെ ഭരണപരമായ പരാജയങ്ങൾ ആയുധമാക്കി ആഞ്ഞടിച്ചു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് അമേരിക്ക ലോകത്തിന് മുന്നിൽ പരാജയപ്പെട്ടു, നാണം കെട്ടുവെന്ന് ട്രംപ് പറഞ്ഞു. താൻ വിജയിച്ചാൽ പ്രസിഡന്റിന്റെ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രയേൽ പലസ്തീൻ യുദ്ധവും യുക്രൈൻ യുദ്ധവും തീർക്കുമെന്ന് വരെ ട്രംപ് അവകാശപ്പെട്ടു. എന്റെ ഭരണകാലയളവിൽ ഇറാൻ സാമ്പത്തികമായി വളരെ മോശം സ്ഥിതിയിലായിരുന്നു, എന്നാൽ ബൈഡന്റെ കാലത്ത് അവർ സാമ്പത്തികമായി ശക്തിപ്പെട്ടു. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ വർഷത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ ദിനമായിരുന്നു അതെന്നാണ് ട്രംപ് പറഞ്ഞത്. സംവാദത്തിനിടെ ബൈഡന്റെ വാക്കുകൾ ഇടറിയതിനെയും ട്രംപ് കണക്കിന് പരിഹസിച്ചു. ആ വാചകത്തിന്റെ അവസാനം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിനും അറിയില്ലെന്നാണ് ഞാൻ കരുതുന്നുവെന്ന് ട്രംപ് കളിയാക്കി. സാമ്പത്തിക പ്രശ്നങ്ങൾ, വിദേശ നയം, അന്താരാഷ്ട്ര പ്രതിസന്ധികൾ, രാജ്യത്തെ കുടിയേറ്റ പ്രതിസന്ധി, ഗർഭഛിദ്രം, അമേരിക്കയിലെ ജനാധിപത്യത്തിന്റെ അവസ്ഥ എന്നീ വിഷയങ്ങളിൽ രൂക്ഷമായ വാദപ്രതിവാദം നടന്ന സംവാദത്തിൽ ബൈഡന്റെ മറവി രോഗവും വിഷയമായി. മെഡിക്കെയർ, കോടീശ്വരന്മാർക്ക് കൂടുതൽ നികുതി എന്നീ വിഷയങ്ങളിൽ മറുപടി പറയവേ ബൈഡന് ഓർമ്മ മങ്ങിയത് മറവി രോഗത്തിന്റെ ലക്ഷണമായാണ് ട്രംപ് വ്യാഖ്യാനിച്ചത്. ഇരുവർക്കും ഏറെ പ്രായമുണ്ടെങ്കിലും തന്റെ ആരോഗ്യം കൂടുതൽ മെച്ചമാണെന്നും ബൈഡൻ വിശ്രമിക്കണമെന്നും ട്രംപ് വാദിച്ചു. വാർത്താ ചാനലായ CNN സംഘടിപ്പിച്ച 90 മിനിറ്റ് നീണ്ട സംവാദത്തിൽ കാണികൾ ആരും ഉണ്ടായിരുന്നില്ല. വാക്പോര് മൂക്കാതിരിക്കാൻ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേയാളുടെ മൈക്ക് ഓഫ് ചെയ്തിരുന്നു. ആദ്യ സംവാദത്തിൽ തന്നെ ട്രംപിന് മുൻതൂക്കം ലഭിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നു.